പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അനുദിനം നിങ്ങൾ മാനസിക പ്രയാസത്താലാണോ? ഇതിനൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഫലകരമായ ഒരു പ്രവൃത്തി ഇതിൽ വെളിപ്പെടണം. അത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസിക്ക് ദൈവത്തോടുള്ള ഒരാശയ കൈമാറ്റം കൂടിയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് നിലവിളിക്കുക, ദൈവത്തിലേക്ക് മനസ്സുയർത്തുക, ദൈവത്തോട് അടുത്ത് ചെല്ലുക. ദൈവം നമ്മുടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നതിനാൽ വിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന ഒരു കൽപ്പന പോലെ പ്രവാചകന്മാരുടെയും സങ്കീർത്തനക്കാരുടെയും അപ്പോസ്തലന്മാരുടെയും യേശുക്രിസ്തുവിന്റെയും പ്രവർത്തികൾ നമുക്ക് കാട്ടിത്തരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ശക്തിയും പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥന കൂടിയേ തീരും. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയാണ് വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കുന്നത്. ആമേൻ. നാം എപ്പോഴും ഒന്ന് ഓർക്കണം, യഥാർത്ഥമായ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക ഇല്ല. നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ വ്യക്തമായി യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, അത് നിങ്ങൾക്ക് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിൽ ആത്മാർത്ഥതയോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും സംശയിക്കാതെ വിശ്വാസത്തോട് ദൈവത്തോട് ചോദിക്കുവാൻ വചനം ആഹ്വാനം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിനൊക്കെയും നിശ്ചയമായി മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് സമർപ്പണത്തോടെ നമ്മുടെ മനസ്സിനെ ഒന്ന്, കർത്താവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടത്തിനായി ഇതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു, അങ്ങന്റെ അധികാരിയായിരിക്കണമേ എന്ന് പറയുവാനിടയായാൽ ദൈവവചനങ്ങളിലെ വാഗ്ദത്തങ്ങളിൽ മേലുള്ള ഏതു പ്രാർത്ഥനയും ഫലപ്രദമാകുകയും ചെയ്യും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു എങ്കിൽ നാം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നൽകുവാൻ ഇടയാകും. ആമേൻ. ദൈവത്തിന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചോദിച്ചാലും ദൈവത്തിൽ നിന്ന് ലഭിക്കും. നീതിയും അനുസരണയും ദൈവഭയമുള്ള വ്യക്തിയാണ് നിന്റെ പ്രാർത്ഥന വളരെ ഫലിക്കും. വിശ്വസിക്കുന്നുവോ? കർത്താവിനെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവത്തിന് പ്രസാദം ഉള്ളത് ചെയ്യുന്ന വ്യക്തിയാണോ? ഉറപ്പിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഏത് വിഷയത്തിന്മേലാണോ ഭാരത്തോടെ ആയിരിക്കുന്നത്, അതിനൊരു മറുപടി എന്റെ കർത്താവിന് തരുവാനുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ലോകപ്രകാരം അസാധ്യമായ ഒരു വിഷയവുമായാണോ നിങ്ങൾ ആയിരിക്കുന്നത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിലേക്ക് മനസ്സൊന്ന് ഉയർത്തുമോ? മറുപടി കർത്താവിന്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീറുന്ന വിഷയമായിട്ടാണോ? പ്രതിസന്ധിയുടെ നടുവിലാണോ? കർത്താവിന് ഒന്ന് പറയുവാനുണ്ട്. ആ വിഷയത്തിനൊരു വിടുതലുണ്ട്. തകർച്ചയുടെ അനുഭവമാണോ? തകർന്നു പോയ നിന്നെ ഒന്ന് പുതുതാക്കി മാറ്റുവാൻ യേശു നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ പ്രയാസപ്പെടുത്തുന്ന വിഷയം രോഗമാണോ? സമാധാനമില്ലായ്മയാണോ? സാമ്പത്തികമാണോ? തലമുറകളെ കുറിച്ചുള്ള ഭാരമാണോ? ജോലിയാണോ? ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കുന്നവരോട് യേശു പറയുന്നു, തളർന്നു പോകുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല, താണുപോകുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ഞാൻ നിന്റെ കരത്തിൽ പിടിച്ചുയർത്തുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആത്മീയ കണ്ണാൽ നിനക്കൊന്ന് കാണുവാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ആർക്കും തുറക്കുവാൻ കഴിയാത്ത പുതിയൊരു വാതിൽ യേശു നിനക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നുവെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുവാൻ ഇടയായിത്തീരും. ഒന്നുകൂടി പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത നന്മയുടെ അനുഗ്രഹങ്ങളുടെ വഴിയെ, ഹല്ലേലൂയ, സ്തോത്രം, വഴികളെ കർത്താവ് നിനക്കായി തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.